ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞമ്മേട്ടി. സോ ഗൈസ്, നമ്മൾ ഇന്നൊരു ഗെയിം പ്ലാൻ എടുക്കാൻ പോകുന്നുണ്ട്. ഡിവിഷൻ ഗെയിം പ്ലേ അല്ല ഗൈസ്, നമ്മൾ സാധാ കോയിൻ ഇവൻറ്റ്. പക്ഷേ കോയിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. കോയിൻ ഇവൻ്റ് അപ്പുറത്തെ രണ്ടാമത്തെ സ്റ്റേജ് എന്താ വെച്ചാൽ നമ്മൾ ഡിവിഷൻ 1900 അടിച്ച് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തായാലും നമ്മുടെ അർജൻറ്റീനയുടെ ഇന്നത്തെ കളിയുടെ കേസ് എന്തായാലും പറയാൻ കേസ്. ഒക്കെ നമ്മുടെ അർജൻറ്റീന ഇന്ന് ജയിച്ചിട്ടുണ്ട് കേസ്. നമ്മുടെ 3-1 സ്വിറ്റ്സർലൻഡിനെ അടിച്ചു. അപ്പോൾ 6:30 കളി തുടങ്ങി. എനിക്ക് 8:15 വരെ കാണാൻ പറ്റുള്ളൂ. 88 മിനിറ്റ് വരെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കാറ്റ്സത്തിന് പോകേണ്ടി വന്നു. പിന്നെ അവിടെ കാറ്റ്സത്തിന് ഞങ്ങളുടെ മാഷി വെച്ച് തന്നു. ഫുൾ ടൈം വരെ വെച്ച് തന്നു ഗൈസ്. 98 മിനിറ്റ് വരെ ഫുൾ ടൈം ആണ് വരെ. പിന്നെ എക്സ്ട്രാ ടൈം പിന്നെ വെക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ക്ലാസ് തുടങ്ങി. അത് കഴിഞ്ഞ് പെനാൽറ്റി ആകുമ്പോൾ ആൾ വെച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ തന്നെ കളി ജയിച്ചു എന്നാണ് നമ്മൾ അറിഞ്ഞു. ഓക്കെ, അവസാനത്തെ 2 ഗോൾ അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഹൈലൈറ്റ്സ് കണ്ടു. ഓക്കെ, അർജൻറ്റീന ഇന്ന് വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല. ഒരു ഗോളിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് നോക്കിയത് നമ്മൾ. പക്ഷേ അവസാനം അവരേന്ന് ഒരു ഗോൾ കിട്ടിയപ്പോൾ പിന്നെ ചൂടായി. പിന്നെ അവരൊരു പ്ലെയറിന് റെഡ് കാർഡ് കിട്ടി. അത് ശരിക്കും റെഡ് കാർഡ് കൊടുക്കണമെന്നോ ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ശരിക്കും ആവശ്യമില്ല. എന്താ വെച്ചാൽ ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ അഭിനയിച്ച് വീണിട്ട് ഇതുവരെ യെല്ലോ കാർഡ് ഇതുവരെ കൊടുത്തിട്ടില്ല. അവനെന്തായാലും ഓൾറെഡി ഒരു യെല്ലോ ഉണ്ടായിരുന്നു. പിന്നെ അവൻ അഭിനയിച്ച് വീണിട്ട് ഒരു യെല്ലോ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ഒരു ക്വാർട്ടർ ഫൈനലൊക്കെ അല്ലേ, ഒരാൾ റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ റെഡ് കാർഡ് കിട്ടി പിന്നെ അവരുടെ കളിയാകെ പോയി. പിന്നെ നമ്മുടെ അൽവാരസിൻ്റെ ഗോൾ പിന്നെ പറയണ്ടല്ലോ, ചെമ്പ് ഗോളായിട്ട് ഗൈസ്. നമ്മുടെ കാബോവർഡയുടെ പ്ലെയർ അർജൻറ്റീനക്ക് ഇപ്പോൾ അടിച്ച ഗോൾ പോലെയായി. ഏകദേശമൊക്കെ അതുപോലെ തന്നെയാണ് ഗൈസൊക്കെ. വണ്ടർ ഗോൾ തന്നെയായി. പിന്നെ അവസാനം നമ്മുടെ മാർട്ടിനസും റീബൗണ്ട് വന്ന് അടിച്ചു. പിന്നെ നമ്മുടെ മെസ്സി വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ആയിട്ട് ഗൈസ്. എല്ലാ വേൾഡ് കപ്പും കൂടി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഉള്ള പ്ലെയറായി മെസ്സി. ആദ്യത്തെ ഗോളിൽ മെസ്സിയാണ് കോർണറിൽ നമ്മുടെ അസിസ്റ്റ് വെച്ചത് മക്കാലിസ്റ്ററിൻ്റെ ഗോളിൽ. ഓക്കെ, അങ്ങനെ അർജൻറ്റീന 3-1 ജയിച്ചു. പിന്നെ നമ്മുടെ ആദ്യത്തെ കളി നമ്മുടെ ഇംഗ്ലണ്ട് നമ്മുടെ ബെല്ലിംഗത്തിൻ്റെ ഒറ്റയാൻ പോരാട്ടത്തിൽ ജയിച്ചു ഗൈസ്. ഓക്കെ, ഹാളൻഡൊക്കെ ഇന്ന് സൈലൻ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഹാളൻഡും ഹാരി കെയ്നൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഹാളൻഡിനൊന്നും മരീകനെ പന്ത് തൊടിയിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ബെല്ലിംഗാം 2 ഗോൾ അടിച്ച് ജയിപ്പിച്ചു. പിന്നെ അവരുടെ നോർവേൻ്റെ ഗോൾ അടിപൊളിയായിട്ട് ഗൈസ്. അതും സെറ്റ് ഗോൾ തന്നെയായിരുന്നു, നോർവേൻ്റെ ആദ്യത്തെ ഗോൾ. ഓക്കെ, പിന്നെ ബെല്ലിംഗത്തിൻ്റെ ആദ്യത്തെ ഗോളും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇംഗ്ലണ്ടും അർജൻറ്റീനയാണ് സെമി. അപ്പോൾ ഇതുവരെ അർജൻറ്റീനയ്ക്ക് കിട്ടിയതൊക്കെ ഒരിത്തിരി നിലവാരം കുറഞ്ഞ ടീമുകളായിരുന്നു. എന്നുവെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഹൈപ്പ് കൊടുക്കുന്ന ടീമുകളായിരുന്നില്ല. ഇനി സെമിയിൽ കളിക്കാൻ പോകുന്ന ടീം ഇംഗ്ലണ്ടാണ് ഗൈസ്. ഇംഗ്ലണ്ട് സെറ്റ് ടീമാണ്. ഇന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ കളി അത്ര പോരായിരുന്നു. പക്ഷേ അതിൻ്റെ മുൻപത്തെ കളികളൊക്കെ നോക്കാൻ ഇംഗ്ലണ്ട് സെറ്റ് ടീമാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ അപ്പം എന്തായാലും ഒരു വാശിയേറിയ പോരാട്ടം തന്നെ അർജൻറ്റീനയ്ക്ക് കാഴ്ചവെക്കേണ്ടി വരും. ഓക്കെ, പിന്നെ നമ്മുടെ ഫ്രാൻസും സ്പെയിനും മറ്റേ സെമി. അപ്പോൾ ആദ്യത്തെ സെമി ചൊവ്വാഴ്ച രാത്രി 12:30. പിന്നെ അർജൻറ്റീനയുടെ കളി ബുധനാഴ്ച രാത്രി 12:30. അപ്പോൾ എന്തായാലും കളി കാണണം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഇവൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ കോയിൻ ഇവൻ്റാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഇത് കളിക്കാം. ഇത് കോയിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് കളിക്കാം ഗൈസ്. ഓക്കെ, അതാണ് നമുക്ക് എന്തായാലും തുടങ്ങാം ഗൈസ്. ഓക്കെ, ഒരു കളി കളിച്ച് നിർത്താമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടല്ലേ എൻ്റെ വീഡിയോ ലൈക്ക് അടിച്ചില്ല, ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ 10K ഫാമിലി എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വേൾഡ് കപ്പ് ആരടിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ അർജൻറ്റീന അടിക്കണം എന്നാണ്. പക്ഷേ എൻ്റെ ടീം അർജൻറ്റീന ഗൈസ്. മെസ്സി, ഞാനൊരു കട്ട മെസ്സി ഫാനാണ്. ഓക്കെ, അപ്പോൾ മെസ്സി വേൾഡ് കപ്പ് കഴിഞ്ഞാൽ വിരമിക്കുമോ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ വിരമിക്കായിരിക്കും. അടുത്ത വേൾഡ് കപ്പിന് എന്തായാലും മെസ്സി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ അടുത്ത കോപ്പ അമേരിക്കയ്ക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. റൊണാൾഡോ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ വിരമിച്ചിട്ടില്ല. വിരമിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാണ് ആൾ പറഞ്ഞ കളി കഴിഞ്ഞിട്ട്, സ്പെയിൻ്റെ ഇപ്പോൾ കളി കഴിഞ്ഞിട്ട്. റൊണാൾഡോ ഇനി വിരമിക്കുമെന്ന് അറിയില്ല. ഇപ്പം നെയ്മർ വിരമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്തത് ഇപ്പോൾ വേറെന്തോ പറയുന്നുണ്ട്. നെയ്മർ എന്നിട്ട് വിരമിക്കൽ പിൻവലിച്ചു എന്നാ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പോൾ അറിയില്ല, എന്തായാലും നോക്കാം എന്നിട്ട് തീരുമാനം എന്നേ. ഇപ്പം അങ്ങനെയാണ് പറയുന്നത്, നോക്കാം നമുക്ക്. അപ്പം നമ്മുടെ ഓപ്പോണൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഗൈസൊക്കെ. നമ്മുടെ ഗൈസ് നോക്കിയാൽ എമിലിയാനോ മാർട്ടിൻസും മാർക്കോ സെനസിയും ഫോം ഔട്ട് ഗൈസൊക്കെ. ഇപ്പോൾ ഗോളി നമുക്ക് ഇവരെ കൊണ്ടുവരാനാണ്. എൻ്റെ പേര് റുലി ഹൈറ്റ് ഉണ്ടാ 189, കുഴപ്പമില്ല. പിന്നെ സെനസിൻ്റെ പകരം ഇപ്പം മറ്റേ
ഒറ്റമെൻറ്റീന് ക്ലാസ് ഒറ്റമെൻറ്റീനെ കൊണ്ടുവന്നു ഗൈസ്. ഓക്കെ, എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വല്ലാണ്ട് മാറ്റമൊന്നും പറ്റണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് കളിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. വല്ലാണ്ട് കളിച്ച് ഫോക്കസ് ചെയ്ത് കളിച്ച് ജയിക്കണം എന്നുള്ള രീതിയിലൊന്നല്ല. ജസ്റ്റ് ഫണ്ണായി കളിക്കുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മളെന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മളിടും. അടുത്ത ഫേസ് തൊട്ട് എല്ലാ ദിവസവും ഡിവിഷൻ ഗെയിം പ്ലേ ഉണ്ടോ ഗൈസ്. എന്നുവെച്ചാൽ ഈ ഫേസിൽ ഞാൻ ആദ്യമായിട്ടാണ് ഡിവിഷൻ 1 അടിച്ചേക്കണം എൻ്റെ അക്കൗണ്ടിൽ. പിന്നെ ഡിവിഷൻ 1 നിന്ന് പിന്നെ ഇറങ്ങില്ല എന്ന് കേട്ടപ്പോൾ പിന്നെ എന്തായാലും കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നി. അപ്പോൾ 1900 എത്തിച്ചു. 1900 നിന്ന് തോറ്റ് കഴിഞ്ഞാൽ വീണ്ടും 1800 ഇറങ്ങും. അതുകൊണ്ട് ആ പേടിയിൽ 1900 വെച്ചേക്കാം. അടുത്ത ഫേസ് തൊട്ട് പിന്നെ പേടിയൊന്നുമില്ലേ, നേരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എത്രട്ടെ അങ്ങനെ നമുക്ക് എന്തായാലും പൊഷം വെച്ച് കളിക്കാം. ഓ പോയെന്ന് വിചാരിച്ചു പെട്ടെന്ന് മിക്കയിൽ ഓയർസബാലിലപ്പോൾ കളിക്കേണ്ടി വരും എങ്ങനെ പോയാലും. ഓക്കെ ബെറ്റിസ്റ്റൂട്ട ഓക്കെ. ബെറ്റിസ്റ്റൂട്ട നല്ല ടേൺ വന്നിട്ടോ ഗൈസ്. സ്മൂത്ത് ടേണാണ് ബെറ്റിസ്റ്റൂട്ടയുടെ വന്നത്. ഓക്കെ, എന്തായാലും ഇനി 2 ടീമിൻ്റെ ഒപ്പം കളിക്കണം. ഇംഗ്ലണ്ട് എന്തായാലും ഉറപ്പാണ്. പിന്നെ ഫ്രാൻസ് അല്ലെങ്കിൽ സ്പെയിൻ. പിന്നെ തോറ്റാലും 3rd പ്ലേസുകാർക്കുള്ള കളിയുണ്ട്. അപ്പോൾ എന്തായാലും ഇനി മെസ്സിനെ 2 കളിയും കൂടി കാണാം. എന്നുവെച്ചാൽ ഒരു മിനിറ്റ് ഗൈസ്. പെനാൽറ്റി ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയെ തട്ടിയിട്ട് ഗൈസ്. ബാറ്റിസ്റ്റൂട്ട അവിടെ ഫിസിക്കൽ വെച്ച് പോയതാണ് ഗൈസ്, നിങ്ങൾ കണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും 3rd പ്ലേസുകാർക്കുള്ള കളിയുണ്ട് തോറ്റാലും. എന്തായാലും മെസ്സിന് 2 കളിയും കാണാം. അതിൽ 2 കളി മെസ്സി ഗോൾ അടിക്കണം. ഈ വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് മെസ്സി ഗോൾ അടിക്കാണ്ട് ഒരു കളി പോയി. അത് ഇന്നത്തെ കളിയാണ് ഗൈസ്. ഇങ്ങനെയുള്ള കളി 2 കളിയിൽ മെസ്സി എന്തായാലും ഒരു 3 ഗോളെങ്കിലും അടിച്ചാൽ വേണമെങ്കിൽ എംബാപ്പേനെ വെട്ടിക്കാം. എംബാപ്പെ 3 അടിക്കില്ല എന്ന് വിചാരിക്കാം ഗൈസ്. ഒക്കെ ഇപ്പം എന്തായാലും ഈ വേൾഡ് കപ്പിൽ എംബാപ്പയോടൊപ്പമാണ്. ടോട്ടൽ കൂട്ടാൻ മെസ്സി ഒരെണ്ണത്തിന് മുന്നിൽ എംബാപ്പെ തൊട്ട് പിന്നിലുണ്ട് കേട്ടോ ഗൈസ്. ഒക്കെ അപ്പോൾ എന്തായാലും നേരെ അടിച്ചു കൊടുത്ത നമ്മൾ ലയണൽ മെസ്സി സ്കോർസ് ഗൈസ്. ഒക്കെ നമ്മുടെ ലയണൽ ആൻഡ്രസ് മെസ്സി ഇവിടെ ഗോൾ അടിച്ചിട്ടുണ്ട്. മെസ്സി സാധാരണ റൈറ്റിക്കാണ് എല്ലാ പെനാൽറ്റി അടിക്കാറ്. ഞാൻ സെൻട്രിക്ക് അടിച്ചു. ഇനി അത് കളയണമെന്ന് വെച്ചിട്ട് അവൻ റൈറ്റിക്ക് തന്നെ ചാടി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കാലിസ്റ്റർ എൻസോ ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ലിസാൻഡ്രോ മാർട്ടീനസ്. പിന്നെ നമ്മളിവിടെ ഈ ഗെയിം പ്ലേ ഇടുന്നത് നമ്മുടെ അങ്ങടല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ഇപ്പോൾ നമ്മളെന്തായാലും ഡിവിഷൻ കളിക്കണില്ലേ. അപ്പോൾ ഡിവിഷൻ കളിച്ചില്ലേ ഒരു 4 ദിവസം കഴിഞ്ഞ് എന്തായാലും 4 ദിവസം ഉണ്ട് ഫേസ് കഴിയാൻ. അപ്പോൾ 4 ദിവസം കളിക്കാണ്ടിരുന്നാൽ കളി വീണ്ടും ടച്ച് പോകുമെന്ന് പേടിച്ചിട്ടാണ് ഫേസ്. ഒക്കെ അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ടച്ച് ചെറുതായി പോയ പോലെ ആയി തുടങ്ങി. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. മക്കാലിസ്റ്റർ, ലയണൽ മെസ്സി, ഗബ്രിയേൽ. അത് കോർണറാവും. ഓക്കെ, കോർണർ ബെറ്റിസ്റ്റൂട്ടയുടെ അടി തടുത്തുണ്ട്. ഓക്കെ, കോർണർ കിട്ടിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ കോർണർ നമ്മളെ മെസ്സിനെ കൊണ്ട് തന്നെ അടിപ്പിക്കുക അല്ലേ. നോക്കുക ഇങ്ങനെ അടിച്ചു നോക്കാം. മെസ്സി ഒരു ചെമ്പൻ സാധനം വെച്ച് കൊടുത്ത സാധനം ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഓക്കെ, നല്ല സാധനം തന്നെ ആയിരുന്നു. പക്ഷേ ഹെഡ് ആൻഡ് ക്ലിയർ ചെയ്തോ ഗൈസ്. ഡബിൾ ടച്ച് ഇടാനുള്ള താഗ്ലിയാഫിക്കാൻ്റെ ശ്രമം. ഒട്ടമെൻറ്റി ഇറങ്ങ ഒട്ടമെൻറ്റി. ഓക്കെ, വെൽ ഡിഫെൻഡിങ് ഒട്ടമെൻറ്റി. ജെറോണിമോ റുലി. ഓക്കെ, ശരി തന്നെയാണ്. ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം ഇന്ന് കളിച്ച പോരാട്ടോ ഗൈസ്. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് വലിയ കളിയൊന്നും കളിച്ചിട്ടില്ലേ. ഓക്കെ വെൽ സേവ് ജെറോണിമോ റുലി. വെൽ സേവ് ഒരു ചെമ്പ് സേവ് തന്നെയാട്ടോ ഗൈസ്. ഞാൻ പ്രതീക്ഷയില്ല സേവ് ചെയ്യുന്നു. നല്ല ഇൻ്റർസെപ്ഷൻ. മക്കാലിസ്റ്റർ, ലിയാൻഡ്രോ പരഡേസ്. ഓക്കെ, പരഡേസിൻ്റെ ഒരു നല്ലൊരു ഇൻ്റർസെപ്ഷൻ. മക്കാലിസ്റ്റർ, മെസ്സി. അത് നല്ലൊരു കളി വന്നേനെ കേട്ടോ ഗൈസ്. ഓക്കെ, എന്തായാലും ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മക്കാലിസ്റ്റർ. ഓക്കെ, ലിയോ മെസ്സി. ഓക്കെ, പോയി എക്കോ പാസിലോട്ടാണ് നമ്മൾ വെക്കാൻ. ക്രിസ്ത്യൻ റൊമേറോ. ഓക്കെ, സേവ് ഗൈസ്. ജെറോണിമോ റുലി ഗൈസ്. ഓക്കെ, അർജന്റീനയുടെ സെക്കൻഡ് കീപ്പർ ജെറോണിമോ റുലി. താലിയാഫിക്കോൻ്റെ കോർണർ അല്ല, ഇസ്കോൻ്റെ കോർണർ ഗൈസ്. ഇസ്കോ ഷോർട്ട് കോർണർ ആയി എടുക്കുകയാണ് ഇസ്കോ. റൗൾ. ഓക്കെ, ഗുഡ് ബ്ലോക്ക് ആൻഡ് റോഡറി ഗൈസ്. വല തുളഞ്ഞൂലോ, വല പൊട്ടിപ്പോയി ഗൈസ്. സ്മാർട്ട് ടച്ചാണ് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഒരു പണിയുണ്ട്. സ്മാർട്ട് ടച്ചാണ്. വല എന്തിട്ട് മിക്കയിൽ ഓയർസബാൽ ഇൻ്റർസെപ്റ്റ് ചെയ്തു ഗൈസ്. അത് വല തുളഞ്ഞുട്ടാ. ഓക്കെ, ലിയോ മെസ്സി. ഓക്കെ, ഗോൾ. അവൻ വിചാരിച്ച ഞാൻ ടേൺ ചെയ്യുന്ന കേസ്. ഞാൻ നേരെ പോയി ത്രൂ ഇട്ട് കൊടുക്കും. ബെറ്റിസ്റ്റൂട്ട കറക്റ്റ് പൊസിഷനിലേക്ക് വന്നു.
ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട വിത്ത് ദ സെക്കൻഡ് ഗോൾ ഗൈസ്. ഓക്കെ, ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ. ഓക്കെ, അപ്പോൾ 2-1 ഗൈസ്. ഓക്കെ, അവൻ അടിച്ചു, മറുപടി തിരിച്ച് വീണ്ടും അടിച്ചു. അടിക്കടി ഗൈസ്. ഓക്കെ, ഓ പോയില്ലോ, അടിക്ക് മറുപടി അടിക്കണ്ട ഗൈസ്. ഓക്കെ, റൊമേറോ, എൻസോ ഫെർണാണ്ടസ്, ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട, ഓ വെറുതെ അടിച്ചു. അത് ലാഗ് വന്നു ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലാഗ് വന്നു വേണം, അതാ പ്രശ്നമായ. നെറ്റൊക്കെ ഉണ്ട്, പക്ഷെ എന്താ ലാഗ് വന്നാൽ അറിയില്ല. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ലാഗല്ല, ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് അതെല്ലാവരും ഫോണിൽ വരുന്നുണ്ടാവും. ഓക്കെ, ഓ അത് കിട്ടിയെങ്കിൽ ത്രൂ ഗോളിട്ട് മെസ്സിക്ക് കിട്ടിയിട്ട് ബാറ്റിസ്റ്റൂട്ടയ്ക്ക് കൊടുത്തൊരു ഗോൾ അടിക്കായിരുന്നു വേണമെങ്കിൽ. ഓക്കെ, സെക്കൻഡ് ഹാഫ് ആയിട്ട് ഗൈസ്. ഓക്കെ, അപ്പം 2-1 ആണ്. ഇംഗ്ലണ്ട് പണി തരാവോ? ഇംഗ്ലണ്ടിൻ്റെ കോച്ച് പറഞ്ഞ മെസ്സി വിൽ കില്ലസ് എന്നാ പറഞ്ഞേ. മെസ്സി അർജൻറ്റീന സെമിയിൽ വരാൻ വെച്ചാലേ മെസ്സി അവരെ പണി തരുന്ന പറഞ്ഞേ. പക്ഷേ എത്രത്തോളം റെഡിയാവും നമുക്ക് പറയാൻ പറ്റില്ല. കില്ലസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിനെ പണി തരുന്നു മെസ്സി, അതാണ് ഉദ്ദേശിച്ചത് കേസൊക്കെ. മക്കാലിസ്റ്റർ, ഓക്കെ, പരാഡസിൻ്റെ ഒരു നല്ല ഓക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ പോയിന്ന്. ഓക്കെ, മെസ്സി അങ്ങടല്ല കേസ് ആദ്യം തന്നെ ഞാൻ വെച്ചേ, മെസ്സിയിലോട്ടാണ് വെച്ചത്. ഇപ്പൊ എന്താ അങ്ങട് കൊടുത്തേ? ക്രിസ്ത്യൻ റൊമേറോ, മക്കാലിസ്റ്റർ, ഓ അത് പോയിന്നുണ്ട്, പോയി തോന്നിയായിരുന്നു. ഓക്കെ, നിക്കോ പാസ്, ബാറ്റിസ്റ്റൂട്ട അങ്ങോട്ട് വന്നിട്ട് പിന്നെ പറ്റിച്ച് പോയി. ഓക്കെ, ലിയോ മെസ്സി, നിക്കോ പാസ് അഗെയിൻ ഗൈസ്. ലാഗ് ഉണ്ടല്ലോ ഗൈസ്, ഇതെന്ത് ലാഗ്? ഓക്കെ, കിട്ടിയായിരുന്നോ? ലാഗ് വന്നാറുണ്ട്, കണ്ടില്ല കേട്ടോ ഗൈസ്. കുഴപ്പമില്ല, സ്റ്റിൽ നമ്മളെ ലീഡിങ് ആണ്, അതുകൊണ്ട് വലിയ വിഷയമില്ല. ഓക്കെ, നല്ല ലാഗ് ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, താഗ്ലിഫിക്കോ, നിക്കോ പാസ്, ഓ കിട്ടിയില്ല, അടി ഇതൊന്നും തോന്നുന്നുണ്ട് നിക്കോ പാസ്, കുഴപ്പമില്ല. ഓ മക്കാലിസ്റ്ററിൻ്റെ വന്നു പോയി. മക്കാലിസ്റ്റർ എന്നൊരു ഗോൾ അടിച്ചുവിടാ സ്വിറ്റ്സർലൻഡായിട്ട്. ഓക്കെ, മക്കാലിസ്റ്ററിന് മോശം കളിയായിരുന്നു, പക്ഷേ മക്കാലിസ്റ്ററും ഡീപ്പോളും ഇന്ന് മോശം കളിയായിരുന്നു, പോരായിരുന്നു കളി. മെസ്സി എല്ലാ കളി മുന്നേ കളിക്കുന്നത്. പിന്നെ അൽവാരസിൻ്റെ ഗോൾ അടിപൊളിയായി, പിന്നെ അവരുടെ ഗോളും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഡിഫൻസ് പൊട്ടിയതാണ് അവരുടെ ഗോള്. മാർട്ടിനസ് അടിപൊളിയായിരുന്നു കേട്ടോ, ഗോളി എമിലിയാനോ മാർട്ടിനസ് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഇംഗ്ലണ്ടും നോർവേ കളി, രണ്ടാമത്തെ ഗോള് നോർവേയുടെ ഗോളിയുടെ മിസ്സാണ്, കയ്യിലൊതുക്കാൻ നോക്കിയ പന്ത് തെറിച്ച് പോയി. ബെല്ലിംഗം സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് അടിച്ചു ഗൈസ്. കുഴപ്പമില്ല, ഇംഗ്ലണ്ട് ഇന്ന് വലിയ കളി കളിച്ചിട്ടില്ല, പക്ഷെ അവർ എന്നാ കളിക്കാന്ന് പറയാൻ പറ്റില്ല. അവർ മെക്സിക്കോൻ്റെ അവരപ്പൊക്കെ കളിച്ച കളി മറക്കാൻ പറ്റില്ല. മെക്സിക്കോൻ്റെ മുന്നത്തെ കളി ആരപ്പോൾ കളിച്ച അവർ ക്രൊയേഷ്യ നമ്മുടെ DR കോങ്കോ ആയിട്ടുള്ള കളി അവർ തോറ്റ് നിൽക്കുന്ന സമയത്ത് അവർ കളിച്ച കളിയുണ്ട്. അത് അർജന്റീനയിൽ തോറ്റ് നിൽക്കുമ്പോൾ കളിക്കൂ. ഓക്കെ, മെസ്സി ഒരു ഡബിൾ ടച്ചാണ് ഉദ്ദേശിക്കുന്നത്. വീടിന്ത് മാസിലായിട്ടാണ് തുമ്മല് വന്നിട്ടുണ്ട് കേസ്, അങ്ങനെ പ്രശ്നമായി. ഇതേ പോണോട്ടോ കേസ്, പിടിക്ക് ഒറ്റമിനിറ്റ്. റൊമേറോ പാസ് എടുത്ത് പോയേ. റൊമേറോ ലാഗാക്കല്ലിട്ട സുഹൃത്തെ. ലിസാൻഡ്രോ, ഒറ്റാമെൻഡി, ഹിമനസ്, റിക്യൂപ്യൂക്ക്. ഓക്കെ, പാരഡസ്, ഫെറാൻ ടോറസ്, റൗൾ, ഓ റൊമേറോ, ഓ കിട്ടി ഗൈസ്. സിറ്റ് എന്തോ ഒരു സേവും ബ്ലോക്ക് കിട്ടുക, എന്നിട്ട് കിട്ടിയ അവസാനം. ഇനി എക്സ്ട്രാ ടൈമൊക്കെ ആവും തോന്നുന്നുണ്ട്, ആവും എന്തായാലും. ഓ ഫെറാൻ ടോറസ്, പന്തെടുക്കാൻ ആരുമില്ലല്ലോ ഗൈസ്. ഓക്കെ, പാരഡൈസ്, നിക്കോ പാസ്. ഓക്കെ, നല്ലൊരു ബോൾ. ഇതെങ്കടി അടിച്ചേ, അയ്യേ കേടടിച്ചാൽ മതിയായിരുന്നു ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്. തേങ്ങയുടെ മൂട്. നല്ല പാസ്സായിരുന്നു നിക്കോ പാസിന് ഇറക്കണില്ല ഗൈസ്. എവിടെ ഇറക്കാനാ ഗൈസ്? മെസ്സിയുടെ പോലെ അവൻ കളിക്കുക, അതുകൊണ്ട് ഇറക്കാൻ പറ്റാത്ത. മെസ്സിനെ പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ. ഓക്കെ, നിക്കോ പാസ്,
മെസ്സി 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 ഓ ഗൈസ് പറ്റിച്ചു ഇവിടെ വന്നുട്ടോ ഗൈസ് കിട്ടിയില്ല. ഓക്കെ കോർണർ അല്ലല്ലേ ശേ. ഓക്കെ 2-2 ഗൈസ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ടൈമിലോട്ട് ഇതിലും പോവാണ് ഗൈസ്. ഇന്നത്തെ കളി പോയി. ഇപ്പോൾ ഇതാ ഗെയിമിലും എക്സ്ട്രാ ടൈമിലോട്ട് അല്പം നീരിവിച്ച വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ കാര്യമാക്കണ്ട, സോറി. ഓക്കെ മെസ്സി അങ്ങനെ മെസ്സി പന്ത് ഇങ്ങനെ നന്നായി പന്ത് റാഞ്ചുണ്ട് കേട്ടോ ഗൈസ്. താളിയഫീക്കോ ഓക്കെ താളിയഫീക്കോ എടുത്തിട്ടുണ്ട് ഗൈസ്. യമാലിനെ സ്പെയിൻ്റെ ഒപ്പം കളിക്കുമ്പോൾ കൂട്ടുകാരോട്ടാ താളിയഫീക്കോയെ. ഓക്കെ താളിയഫീക്കോൻ്റെ ഒക്കെ ജോലിയാണ് യമാലെ കൂട്ടേണ്ടത്. ഓക്കെ പരഡസ് എൻസോ ഫെർണാണ്ടസ് ഒട്ടമെൻഡി ഓക്കെ ഫെറാൻ ടോറസ് ഓക്കെ പുറത്തോട്ട് പോയി ഗൈസ്. ഓക്കെ ഫിനോമിനൽ ഫിനിഷിംഗ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണത്. ഓക്കെ എന്തായാലും നോക്കാം. ബെറ്റിസ്റ്റൂട്ടയിലോട്ട് വയ്ക്കാം. മെസ്സിക്ക് വെച്ചിട്ട് സോറി മെസ്സിക്ക് വെക്കായിരുന്നു. മെസ്സി ചിലപ്പോൾ ഹെഡ് ചെയ്യും. എന്താ വെച്ചാൽ മെസ്സിയുടെ പോലത്തെ പ്ലേസിൽ ഹെഡ് ചെയ്യുന്നതല്ല നോക്കാം. അവർ ഇങ്ങനെ മെസ്സി ചാടിയാൽ എന്തായാലും നമ്മുടെ കയ്യിൽ പന്ത് കിട്ടും. പക്ഷേ ഇങ്ങനെ ഹൈറ്റുള്ളവർ ചാടിയാൽ നമുക്ക് പന്ത് കിട്ടില്ല. അങ്ങനെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ഫെർണാണ്ടസ് പോണേ ഇറങ്ങിപ്പോവല്ലേ. പന്ത് ശേഖരിക്കാൻ മുന്നിലേക്ക് വാ. ആൻഡ്രസ് ഇനിയസ്റ്റ ഭാഗ്യമുണ്ട്, നമ്മൾ നന്നായി ഡിഫെൻഡ് ചെയ്യണ കാര്യമുണ്ട്. ഓക്കെ ബെറ്റിസ്റ്റൂട്ട് റണ്ണ് വന്നിട്ടാ മൊത്തേ ബെറ്റിസ്റ്റൂട്ട് റണ്ണ് കണക്കില്ല അല്ലേ. ഓ എൻസോ ഫെർണാണ്ടസിൻ്റെ പാസ് ഭയങ്കര മോശം പാസ്സായിട്ടോ. എന്ത് പ്രശ്നമായ. ഓക്കെ നമ്മളെന്തായാലും സെക്കൻഡ് ഹാഫ് ആയിട്ട് എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫ് ആയിട്ട് നമ്മുടെ ഇവിടെ റൂമിലെ ആൾ വന്നപ്പോൾ നമ്മൾ പോസ് ചെയ്യാണ്. വെറുതെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ചിട്ട് ശബ്ദം വരണമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ ഓ അത് കിട്ടിയില്ലേ. ലമീൻ യമാൽ ഓക്കെ കിട്ടി ഓ നല്ലൊരു ഇൻ്റർസെപ്ഷൻ. റിക്കി പൈക്ക് ഇവനൊക്കെ ഇപ്പോഴും ഇറക്കണ്ടില്ല ആൾക്കാർ. റിക്കി പിക്ക് ഓ ആൻഡ് ഇറ്റ്സ് ഓ ഭാഗ്യം സ്മാർട്ട് അസിസ്റ്റാണ് കേസ്. എളുപ്പമല്ല, പെനാൽറ്റി ആവും. പെനാൽറ്റിയിൽ ആരാ ജയിക്കാൻ നോക്കാം. നമ്മുടെ മാർട്ടിനസ് ഇല്ല, എമ്മി മാർട്ടിനസ് ഇല്ല. കണ്ട മെസ്സി അടി ചെയ്താൽ കണ്ട നമുക്ക് കിട്ടണണ്ട. പക്ഷെ അത് ഇപ്പോൾ നമ്മുടെ ഇവനെ ചില ബെറ്റിസ്റ്റൂട്ട് ചില നമുക്ക് കിട്ടില്ല. ഓക്കെ 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 നമ്മൾ ജസ്റ്റ് പോസ് ചെയ്യട്ടെ കേസ്. അപ്പോൾ നമ്മുടെ റൂമിലെ ആൾ വന്നവരുണ്ടാണ്. ഓക്കെ എന്തൊരു അവസരം എന്നാലും കളഞ്ഞ നമ്മുടെ ബാറ്റിസ്റ്റൂട്ടാ. അത് പെട്ടെന്ന് റൂമിലെ ആൾ വന്നപ്പോൾ ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ പോയി. എന്നാലും അടിച്ചതാണ്. പക്ഷേ ഇനി ഗോൾ മേടിക്കാൻ പാടില്ല. ഇനി അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗോൾ മേടിച്ചാനേ. ഗോള് ഭാഗ്യമായിട്ട് പാരഡൈസിൻ്റെ ഫിസിക്കലുള്ള കാര്യം കൊണ്ട് മാത്രം നമ്മൾ ഞാൻ വെച്ചാൽ അതെങ്ങനെ പാരഡൈസ് എടുത്തത് എനിക്ക് മനസ്സിലായില്ല. എന്ത് ഞാൻ വെച്ചാൽ അവർ കുത്തിയെടുക്കുന്നത്. ഓക്കെ ഓ ഡിഫൻസ് നല്ല പണി തന്നെ കേട്ടോ. സ്പെയിൻ ശരിക്കും ഇങ്ങനെ തന്നെ കളിക്കുക അർജൻറ്റീനയുടെ ഒപ്പം. ശരിക്കും സ്പെയിൻ കളിക്കണ പോലെ തന്നെയാണ് അവർ കളിക്കണപ്പോൾ. ഓക്കെ നമ്മുടെ പെനാൾട്ടി തന്നെ കേട്ടോ. ഓക്കെ അപ്പോൾ പെനാൾട്ടി ഉണ്ട് കേസ്. അപ്പോൾ ആദ്യം നമ്മുടെ ലിയണൽ മെസ്സി തന്നെയാണ് അടിക്കണത് കേസ്. നമ്മുടെ മെസ്സിയുടെ എപ്പിക്ക് സ്ഥലമായ അങ്ങോട്ട് കൊടുത്തു നോക്കാം. മെസ്സി എപ്പോഴും അങ്ങോട്ട് അടിക്കുക. ഇന്നെങ്കിലും അത് സ്കോർ ചെയ്തു കേസ്. അവൻ നേരെ നിന്ന് ഇറ്റ്സ് ലിയണൽ മെസ്സി മൈൻഡ് ഗെയിം മൈ മെസ്സി. നെക്സ്റ്റ് ആണ് ഓക്കെ ജെറോണിമോ റുള്ളി ഫ്രാൻ ടോറസ് നേരെ നോക്കാം. ഓക്കെ സേവ് അടിപൊളി ഒരു സേവ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഓക്കെ സേവ്. അടുത്തത് ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട അങ്ങനെ തന്നെ കൊടുത്തു ഗൈസ്. ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട ഓ സേവ് ഇട്ടോ ഗൈസ്. പണി കിട്ടണമെങ്കിൽ ഗൈസ് നേരെ അടിച്ചാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, നോക്കാം. സേവ് ഇടാം. ലമീനെത്തോ യമാലെത്തോ ലക്ഷ്മി യമാൽ അങ്ങോട്ടാ പഠിക്കുക. ഉറപ്പല്ലേ? സേവ് അല്ലേ? ഓ അങ്ങിട്ടടിച്ചല്ലേ. ശേ 2-1 അല്ല 1-1 ഗൈസ്. ഞാനടിക്കണ തഗ്ലിയാഫിക്കോയെ അല്ല ലിയാൻഡ്രോ പരഡൈസ് നേരെ കൊടുക്കാം. അപ്പോൾ 2-1 നമുക്കെന്താ ചെയ്യണ്ട? ചാടണോ? ചാടാല്ലേ? ആൻഡ്രസ് ഇനിയസ്റ്റ എന്തായാലും ഇങ്ങോട്ട് അടിക്കാനോ തോന്നല്ലോ. ഓ അങ്ങിട്ടടിച്ചോട്ടെ ഗൈസ്. 2-2 ഓക്കെ നമുക്കെന്തായാലും അടുത്തതാരാ? എൻസോ ഫെർണാണ്ടസ് നേരെ അടിക്കാം.
3-2 ഗൈസ്. 3-2 ഓക്കെ. 3-2 ആയിട്ട് ഗൈസ്. ഇത് സേവ് ഇട്ടാ അടുത്ത നമ്മൾ അടിച്ചാൽ നമ്മൾ ജയിച്ചു. ഓക്കെ, നേരെ നിന്ന് നോക്കാം. ചിലപ്പോൾ സേവ് ആയാലോ. ഓ സൈഡിക്കാണ് ഞാൻ അടിക്കണേ. ഓ സേവ് ഇടാൻ പറ്റണില്ല. 3-3 ഇതടിക്കണം കേട്ടോ ഗൈസ്. ഓക്കെ, അലക്സിസ് മക്കാലിസ്റ്റർ, ഇന്നത്തെ നമ്മുടെ നായകൻ അലക്സിസ് മക്കാലിസ്റ്റർ. ഓക്കെ, ഇത് സേവ് ഇട്ടാ നമ്മൾ ജയിച്ചു ഗൈസ്. സേവ് ഇട്ടാ നമ്മൾ ജയിച്ചു. സേവ് എങ്ങനെ ഇടണം? ആരാ? ഡീൻ ഹിക്സൺ എങ്ങോട്ട് അടിക്കണേ? നേരെ അടിക്കണാമത്തെ. നേരെ നിന്ന് തുടങ്ങാൻ. ഓ ഇങ്ങോട്ട് ഗൈസ്. ഇനിയും പെനാൽറ്റി തന്നെയാണ്. നമുക്ക് നേരെ തന്നെ പൂശാം. നേരെ നിൽക്കില്ല. ഓക്കെ, നിക്കോപാസ് ഉണ്ടോ ഗൈസ്? നിക്കോപാസ്. ഓക്കെ, സ്കോർസ് അഗെയിൻ. നിക്കോപാസ് സ്കോർസ് ഗൈസ്. നിക്കോപാസ്. ഓ അങ്ങനെ ടെൻഷൻ ഉണ്ടോ ഗൈസ്? ടെൻഷൻ. ഓക്കെ, പെഡ്രി. ഓ അങ്ങട്ടാണോ അടിച്ചേ? ഇനി നേരെ അടിക്കണോ ഗൈസ്? ഒരു പേടി വന്നിട്ടുണ്ട്. നേരെ അടിക്കണോ? അങ്ങോട്ട് കൊടുക്കാം. നേരെ നിൽക്കും ചിലപ്പോൾ. ലിസാൻഡ്രോ മാർട്ടീനസ്, ഡിഫൻസിൻ്റെ നായകൻ ലിസാൻഡ്രോ മാർട്ടീനസ് ഗൈസ്. ഓക്കെ, സ്കോർ ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്യണം ഗൈസ്. ഇതെന്തോരാ പോണേ? ആറേഞ്ച് റിക്യൂ പൈഗ്. ഓ അവൻ സൈഡിക്കാനായിട്ട് ഗൈസ് അടിക്കണേ. 6-6. അയ്യോ ഞങ്ങളുടെ അടിക്കുക. താളിയാഫിക്കോ അങ്ങോട്ട് പൂശി. നിക്കോളാസ് തഗ്ലിയാഫിക്കോ. ഓ അവൻ നേരെ നിന്ന് ഗൈസ്. നമ്മൾ സ്കോർ ചെയ്തു. തഗ്ലിയാഫിക്കോ എവിടെ ഗൈസ്? മിഗോയൽ ഗുട്ടെറസ്. മോനെ അങ്ങോട്ട് അടിക്കടാ പ്ലീസ്. ഓക്കെ ഗൈസ്, ഞാൻ ശ്രദ്ധിച്ച അവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അടിക്കണായിരുന്നു. നമ്മൾ അങ്ങോട്ട് ചാടി ഗൈസ്. അങ്ങനെ 7-6 നമ്മൾ പെനാൽറ്റി ജയിച്ചത്. വാട്ട് എത്ര പെനാൽറ്റി ഷൂട്ട് ഔട്ട്. അർജന്റീന 1 ഗൈസ്. ഓക്കെ, സോ ഗൈസ് ബൈ.